നാം എല്ലാവരും തന്നെ ഓരോ വർഷത്തെയും കാലങ്ങളെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, വളരെ ശൈത്യമുള്ള കാലമുണ്ട്. ഈ കാലങ്ങൾക്കനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും അതാത് തരം സമയത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെ നാം ശ്രദ്ധിക്കാറുമുണ്ട്. പ്രകൃതി പോലും ഇതിനോട് വളരെ അനുകൂലമായിട്ടാണ് പെരുമാറുന്നത്. കാരണം ഓരോ കാലങ്ങളിലാണ് ഓരോന്നും സംഭവിക്കുന്നത്. മഴ ആവശ്യമാണ്, വേനൽ ആവശ്യമാണ്, മഞ്ഞ് ആവശ്യമാണ്, ചെടികളും മരങ്ങളും എല്ലാം പൂക്കളും ഫലങ്ങളും ഒക്കെ തരുവാൻ ഈ കാലങ്ങൾ ആവശ്യമാണ്. എന്നാൽ നമ്മളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്നും ഒരു നല്ല കാലം മാത്രമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ, നല്ല കാലം തന്നെ തരണം, ദോഷമായതൊന്നും എനിക്ക് സംഭവിക്കാൻ പാടില്ല. എന്നാൽ ഈ കാലങ്ങൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലതരം സാഹചര്യങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടിയവരാണ്. സന്തോഷവേളകൾ മാത്രമല്ല, പലതരം സാഹചര്യങ്ങളുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം നോക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം മുതൽ പറയുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം. ഇങ്ങനെ പലതരം കാലങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ധാരാളം ചോദ്യങ്ങൾ നമ്മൾക്കുണ്ട്. ചിലപ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോടും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കഷ്ടകാലം തന്നെ, ഒന്ന് കഴിയുമ്പോൾ അടുത്ത കഷ്ടകാലം, അങ്ങനെ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ദൈവം എല്ലാറ്റിനും ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് 14-ാം വാക്യത്തിൽ കാണാം. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഈ ഓരോ സന്ദർഭങ്ങളും, ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും വേർപാടിൻ്റെയും രോഗത്തിൻ്റെയും സാഹചര്യങ്ങൾ, ഏകാന്തതയുടെയും എല്ലാം സാഹചര്യങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടാനാണ്. അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടന്ന് നമ്മൾ നിത്യത നഷ്ടപ്പെടാതെ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ എല്ലാ സാഹചര്യങ്ങളെയും, അല്ലെങ്കിൽ നമുക്ക് കാലങ്ങളെയും എന്ന് പറയാം, നമുക്ക് കൈകാര്യം ചെയ്യാം. അതിന് ദൈവം നമ്മളെ തനിച്ചു വിടത്തില്ല. നമ്മുടെ കൂടെ ദൈവം ഇരുന്ന് നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ പകർന്ന് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവനിൽ ആശ്രയിക്കാം.